ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്പ്ലോ ഗെയിമർ. മറ്റൊരു കിടക്കച്ചിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കല്ല. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൽ ഗെയിമിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഗെയിമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ 158 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ 42 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 200 എന്നുള്ള മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ലെറ്റ്സ് ജമ്പ് ഇൻ ദ വീഡിയോ ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് നമ്മുടെ കടയുടെ നേരെ അങ്ങോട്ട് കയറാം. ഓക്കെ, നമ്മളുടെ കട ഇപ്പോൾ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഈ കമ്പ്യൂട്ടറിലാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നമുക്ക് വേണ്ട, നമുക്ക് ആദ്യം കുറച്ച് ഇതിനൊക്കെ നല്ല വില വരാണ്ട് ഗൈസ്. നമുക്ക് ഏറ്റവും പൈസ കുറഞ്ഞത് വേണ്ട, കുറച്ച് ഒരു 3 ഫ്ലോറ്, പിന്നെ കുറച്ച് 7 അത്രയും വേണ്ട. നമുക്കൊരു 2 ബ്രെഡ് കൂടെ ഇരുന്നോട്ടെ. ഓക്കെ, 2 ബ്രെഡ്, പിന്നെ 2-3 പാസ്ത, 2 പാസ്ത മതി. ഓക്കെ, അപ്പോൾ 2 ഓയിലും കൂടെ ഇരുന്നോട്ടെ. അപ്പം മൊത്തത്തിൽ എത്രയായി? ആഡ് ടു കാർട്ടാക്കി എല്ലാം കാർട്ടാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ എത്ര രൂപ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. മൊത്തത്തിൽ 88 രൂപ വരും. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കളയാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ബ്രെഡും പിന്നെ നമ്മുടെ സ്ലൈസ്ഡ് ബ്രെഡും പിന്നെ കുറച്ച് സിറിയൽ അതെന്തോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് 2 ബ്രെഡ് എടുക്കാം. 2 ബ്രെഡ് എടുത്തിട്ട് നമുക്ക് സിറിയൽ വേണ്ട, നമുക്ക് ഇതെല്ലാം മൈനസ് ചെയ്തേക്കാം. നമുക്ക് ഇത് കാർട്ടാക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ മണ്ടയ്ക്ക് എഴുതി കാണിക്കുന്നുണ്ട് 23 രൂപയെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 3 ബ്രെഡ് 42ആയി. പിന്നെ നമുക്ക് ഇതിവിടെ ഇരുന്നോട്ടെ. ഇപ്പം 50ആയി കറക്റ്റ്. അത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം 2 സാധനങ്ങൾ വാങ്ങിക്കാം. ഓക്കെ, നമ്മൾ വാങ്ങിച്ചു. നോക്കാം, നമുക്ക് വെളിയിൽ പോയി നോക്കാം. നമ്മുടെ സാധനങ്ങൾ വന്ന് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വെളിയിലോട്ട് പോയി സാധനങ്ങൾ നോക്കാം. ഓക്കെ, നമ്മുടെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെടുക്കാം ഗൈസ്. ഇതെടുത്ത് അകത്ത് കൊണ്ടുപോയിട്ട് ഇതെങ്ങനെയാ? അയ്യോ, അത് എറിയാനല്ല, ഇതെടുത്തിട്ട് ഇത് ഓപ്പൺ ചെയ്യണോ? ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ എടാ ഇതെടുത്തിട്ടേ ഇത് നമ്മളിവിടെ ദേണ്ട ഇങ്ങനെ വെക്കണം. ഓക്കെ, ഇത് എന്നിട്ട് കൊണ്ട് ഇവിടെ ഇടണോ? എടാ ഇതെങ്ങനെ ഇതിനകത്ത് ഇടണ്ടേ? ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇതിനകത്ത്. അങ്ങനെ എന്നിട്ട് നമുക്ക് അടുത്ത എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അടുത്തയും കൂടെ നമുക്ക് തുറക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഇതും കൂടെ ഇവിടെ വെക്കണം. ഇത് തുറന്നിട്ട് അതും വലിച്ചെറിഞ്ഞ്. ഓക്കെ, ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, നമ്മുടെ ഫ്ലോറാണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്ലോർ അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത എന്തുവാന്ന് നോക്കണം. അടുത്തത് നമ്മുടെ ബ്രെഡായിരിക്കും. ബ്രെഡായിരിക്കും നോക്കാം. അതും ഫ്ലോറാണ്. നമ്മൾ കുറേ ഫ്ലോർ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിവിടെ വെക്കാം. ഓക്കെ, നമ്മൾ കുറേ ഫ്ലോർ വാങ്ങിച്ച് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് ബ്രെഡ്. ബ്രെഡ് എടുത്തു. ബ്രെഡ് നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം. നമ്മുടെ ബ്രെഡ്. ഓക്കെ, അയ്യോ അതും കളഞ്ഞ്. എടാ ഇതിങ്ങനൊന്നും അല്ല. ഓക്കെ, അങ്ങനെ ബ്രെഡെല്ലാം അവിടെ വെച്ചു. ഓക്കെ, ഇനി അടുത്ത് എടുക്കാം. ഓക്കെ, നമ്മളെ ബ്രെഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കൊണ്ട് ഇടണം അല്ലേ? ഓക്കെ, അടുത്തതും ബ്രെഡാണ്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് എടുത്തേക്കാം. ഇതും എടുത്തിട്ട് ഈ സൈഡിൽ വെക്കാൻ പറ്റുമോ? ഈ സൈഡിൽ വെക്കാമായിരുന്നല്ലേ? ഞാനിത് ശ്രദ്ധിച്ചില്ല ഗൈസ്. ഓക്കെ, ഈ സൈഡിലും വെക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് ഇതുകൊണ്ട് അതിനെ പെട്ടിക്കകത്തിടാം. ഓക്കെ, അങ്ങനെ അതുകൊണ്ട് പെട്ടിക്കകത്തിട്ടിട്ടുണ്ട്. ഇനി എന്തുവാ? ഓക്കെ, ഇതിനകത്ത് പൈസ ഇടണം അല്ലേ? ഓക്കെ, ഇതിനകത്ത് പൈസ ഇടണം. നമുക്ക് എത്ര രൂപ ഇടും? നമുക്കൊരു 3 രൂപ ഇടാം അല്ലേ? 3 വേണ്ട, ഒരു 4 രൂപ കിടക്കട്ടെ. ഓക്കെ, ഒരു 4 രൂപ നമ്മൾ പ്രൈസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡിന് നമുക്കൊരു 3.50 ഇരിക്കട്ടെ. ഓക്കെ, ബ്രെഡിനും കൂടെ നമ്മൾ പൈസ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കട ഓപ്പൺ ചെയ്യാം. ഓക്കെ, കട ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വരണം. ഓക്കെ,
അതേണ്ട ഒരു അപ്പാപ്പൻ വരുന്നു. അപ്പാപ്പനല്ല, ഏതൊരു വലിയ ബിസിനസ്മാനാന്ന് തോന്നുന്നു. കോട്ട് സ്യൂട്ട് കണ്ടോ. സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. അതെ, ഞാൻ ആ സാധനങ്ങൾ എടുത്ത് തരണം, നിങ്ങളല്ല എടുക്കേണ്ടത്. കടക്കാരനല്ലേ സാധനങ്ങൾ എടുക്കണ്ടേ. ഇയാളുടെ ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും പാക്ക് ചെയ്യണമല്ലേ. ഓക്കെ. പൈസ നല്ല മണിമാനാന്ന് തോന്നുന്നു. ചേഞ്ച് 2 രൂപ. 1 2.50 അല്ലേ. അടുത്തോ. ഓക്കെ, അടുത്ത കൊടുത്തു. ഇതെടുക്കണം. ഓക്കെ, അടുത്ത ചേച്ചിയാണ്. ചേച്ചി ATM കാർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്താ നമ്മൾ. ഇതിനകത്ത് എത്ര ടോട്ടല്? ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ 4 3 7 രൂപ. ഓക്കെ 7 രൂപ നമ്മൾ. ഓക്കെ, ഇൻകറക്റ്റോ? 7.50. ഓക്കെ ഞാൻ അത് കണ്ടില്ല. ഓക്കെ. അടുത്തത് ഏതോ വലിയ ഓഫീസിൽ പോണ മനുഷ്യനാണെന്ന് തോന്നുന്നു. ഓക്കെ, എത്രയായി? 2.50 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കണം. ഓക്കെ, 1 2.50. വിട്ടോ. അടുത്ത ആൾ പോരട്ടെ. അടുത്ത ആൾക്ക് ബ്രെഡ് മാത്രം മതി കേട്ടോ. അവിടെ ഫ്ലോർ കൂടിയിട്ടുണ്ട്, അതുകൂടെ വാങ്ങിക്കും നിങ്ങൾ. ഓക്കെ, അത് കൊടുത്തു. ചേട്ടൻ ATM കാർഡിൽ മൊത്തത്തിൽ 3 രൂപ. ഓക്കെ, ടോട്ടൽ 3. ഓക്കെ, 3.50. ഞാനത് ഓർക്കത്തുമില്ല, നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണത്തുമില്ല. ഓക്കെ, ചേച്ചി ബ്രെഡ് മാത്രം മതിയോ? ഓക്കെ, പൈസ ഇങ്ങനെ തന്നു. ഓക്കെ, ഗീവിങ് ചേഞ്ച് 1.50. ഓക്കെ, 1.50. വിട്ടോ. അടുത്ത മാൻ വന്നിട്ടുണ്ട്. ഫ്ലോർ. ഓക്കെ, ഇതിൽ നമ്മൾ ചേഞ്ച് 1 രൂപ തിരിച്ചു കൊടുക്കണം. ഓക്കെ, 1 രൂപ തിരിച്ചു കൊടുക്കാം. വിട്ടോ. നമ്മളുടെ സാധനങ്ങളൊക്കെ വേണ്ട ഇവിടെ എല്ലാം ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ മണ്ടക്കലത്ത് നമ്മുടെ ലെവല് കൂടുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നും കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 25 പേർക്ക് നമ്മളിങ്ങനെ 25 പേർക്ക് നമുക്ക് ഈ സാധനങ്ങൾ മൊത്തത്തിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ വല്ലതും ആയിരിക്കും കളി. ഓക്കെ, ഇതിനകത്ത് പുള്ളിക്കാരൻ വെച്ചാൽ 3.50 4. അപ്പം മൊത്തത്തിൽ 7.50 രൂപ നമുക്ക് പുള്ളിക്കാരനെ എനിക്ക് വാങ്ങിക്കാം. ഓക്കെ, അത് വാങ്ങിച്ചു. ഇനി ഇവനെന്താ? ഒരു ബ്രെഡ്, പിന്നെ ഒരു ഫ്ലോറ്. ഓക്കെ, കുറച്ച് പൈസ കണ്ടുണ്ടോ. തിരിച്ചെത്ര കൊടുക്കണ്ടേ? തിരിച്ച് 2.50. ഓക്കെ, 1 2.50. വിട്ടോ. ഓക്കെ, അടുത്ത അമ്മച്ചിക്ക് ഫ്ലോർ മാത്രം മതി. ഓക്കെ, അതിങ്ങനെ വാങ്ങിക്കാം. ചേഞ്ച് നമ്മൾ കൊടുക്കേണ്ട 1 രൂപയല്ലേ? $1. $1. വിട്ടോ. അമ്മച്ചി വിട്ടോ. ഹായ് കൊച്ചേ. ഹായ്. ഹലോ. ഹായ്. ബ്രെഡ്, പിന്നെ ഫ്ലോറ്. ഓക്കെ, പൈസ തന്നിട്ടുണ്ട്. എത്ര രൂപ തിരിച്ച് കൊടുക്കണം? 2.50. 2 എന്ന് പറയുമ്പോൾ ഓക്കെ 2 1 2. വിട്ടോ. ഫലം വിട്ടോ. ഓക്കെ, നമ്മളങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ചേച്ചി വരുന്നുണ്ട്. നമുക്ക് ഇനി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഓക്കെ, ഇവിടെ ബാങ്ക് പീസിങ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കളിക്കുകയാണ് കേസ്. ഓക്കെ, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. ഓക്കെ, ഇനി എന്തുവാ? ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഓക്കെ ഒരു ബ്രെഡ്, ഒരു ഫ്ലോറ്. എത്രയായി മൊത്തത്തിൽ? ചേഞ്ച് 12 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കണം. 12.50. ഇതിനകത്ത് എന്താ ഈ ചുവന്ന ഇത് കാണിക്കുന്നേ? ഇതായിരിക്കും 50. ടേക്കിംഗ് മണി ബാക്ക്. എന്താ പൈസ തിരിച്ചെടുത്തെന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ വാന്നൊന്നും എനിക്കറിയത്തില്ല. അത് കൊടുത്തേക്കാം. ഓക്കെ, ഇനി എന്തുവാ? ഓക്കെ, ഇത് ഇനി എന്തുവാ? ചേട്ടൻ പൈസ കാർഡാ ചേട്ടൻ്റെ. ഏതാ? ഇപ്പം നമ്മൾ ഇത് മൊത്തത്തിൽ 7.5 രൂപ അല്ലേ? 3.50 4. ഓക്കെ, ഇപ്പം മൊത്തത്തിൽ 7.50. ഓക്കെ, ഇവിടെ ചെറുക്കന് ഫ്ലോർ മാത്രം മതി. ഫ്ലോറിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 3.50 ആണ്. ഓക്കെ, അല്ല 4 രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അവൻ പൈസ തന്നു. ഗീവിങ് 0. പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നടാ? ഒന്നും കൊടുക്കണ്ട. ഓക്കെ,
കാർഡായിരിക്കും. ഇവനിനി എത്ര രൂപ തിരിച്ചു കൊടുക്കണം? സൈഡ് എഴുതുന്നുണ്ട് 7 ടോട്ടൽ 11. ഓക്കെ 11 രൂപ നമ്മൾ വാങ്ങിക്കണം. എടാ അപ്പം നമ്മൾ നേരത്തെ വാങ്ങിച്ച് തെറ്റിപ്പോയാ? അയ്യോ ഞാൻ ആ ടോട്ടൽ കണ്ടില്ലടാ. പക്ഷേ ആ സീനില്ല, നമുക്ക് എന്തായാലും വാങ്ങിക്കാം. ടോട്ടൽ 4 രൂപ തിരിച്ചു കൊടുക്കണോ? അല്ല ചേഞ്ച്. ചേച്ചി പൈസ ആയാ തന്ന 1 രൂപ ചേഞ്ച് കൊടുക്കാം. ഓക്കെ വിട്ടോ. ഓക്കെ ഒരാൾ ഫ്ലോർ വാങ്ങിച്ചു. ആ ഫ്ലോറിന് എത്ര? ഫ്ലോറിന് 4 രൂപ. ഓക്കെ 4 രൂപ. ഓക്കെ $4 വാങ്ങിച്ചു. അടുത്ത കണ്ണാടി വെച്ച മാമന്. ഹായ് മാമ. ഹലോ. ഓക്കെ കാർഡ്. ഈ കാർഡും കൊണ്ടുവന്നാൽ എളുപ്പമാണ് കേട്ടോ. അതാകുമ്പോൾ എനിക്ക് ഇങ്ങനെ ചേഞ്ച് തരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയും മാറണേ ഇവിടെ. ഓക്കെ ഇതിനകത്ത് നോക്കണമല്ലേ? മൊത്തത്തിൽ 3.50 രൂപ. 3.50 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ കഴിഞ്ഞോ? എടാ ഇനിയും സാധനങ്ങൾ ഇരിപ്പുണ്ട്. എടാ നൈറ്റ് ആയല്ലോ. നൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അത്യാവശ്യം നല്ല ഗ്രാഫിക് ഉണ്ട് ഗൈസ്. ഇത് ഒരു PC ഗെയിമാണ് ഇത്. പക്ഷേ നമുക്ക് മൊബൈൽ വെർഷൻ ആയിട്ടാണ് അവർ സെറ്റാക്കിയിട്ടുള്ളത്, മൊബൈലിൽ കളിക്കാൻ. ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം. ബ്രെഡ് ഒരു ഫ്ലോറ്, 2 ഫ്ലോറ്. ടോട്ടൽ എത്രയായി? ഗീവിങ് ചേഞ്ച് 3.50. 3.50 എന്ന് പറയുമ്പോൾ 1, 2, 3.50. വിട്ടോ. എടാ ഇതിനകത്ത് ലൈറ്റ് ഇടാൻ വല്ല പറ്റുമോ? രാത്രിയായി കൊണ്ടത് സ്വിച്ച്. ലൈറ്റ് ലൈറ്റ് വേണം. എടാ ലൈറ്റ്. എടാ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ലൈറ്റ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഗൈസിനകത്ത് ലൈറ്റ് കേട്ടോ. ഓക്കെ നമുക്ക് അടുത്ത വാങ്ങിക്കാം. ഒരു ബ്രെഡ് മാത്രം മതി ചേട്ടാ. ഓക്കെ പൈസയാ നമുക്ക് ചേഞ്ച് കൊടുക്കേണ്ടത് 6.50 പൈസ. 6.50 പൈസ. ഓക്കെ അയ്യോ മൊത്തത്തിൽ നമ്മൾ എത്ര രൂപ കൊടുത്തു? എടാ മൊത്തത്തിൽ എത്ര രൂപ കൊടുത്തു? കൊടുത്തു. ഓക്കെ സീനില്ല. ഓക്കെ 2 ബ്രെഡ് 2 ഫ്ലോറ്. ടോട്ടൽ കാർഡാണോ? താങ്ക് യു. ഓക്കെ ടോട്ടൽ 15 രൂപ. ഓക്കെ 15 രൂപ ആയിട്ടുണ്ട്. ഓക്കെ $15. ചേട്ടൻ ഇനി 3 ബ്രെഡ് 2 ഫ്ലോറ് മൊത്തത്തിൽ 18 രൂപ അല്ലേ? ഓക്കെ 18 രൂപ. 18.50. 18.50 രൂപ. താങ്ക് യു. ഇനിയും പറഞ്ഞേ ചേട്ടാ, എല്ലാവരുടെയൊക്കെ അറിയിച്ചേക്കണം. ഓക്കെ അവർ അറിയിച്ചില്ലെങ്കിലേ പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും അറിയണ്ടേ. ഓക്കെ ടോട്ടൽ 3.50. ഓക്കെ താങ്ക് യു. വിട്ടോ. ചേട്ടനൊരു ഫ്ലോറ് 2 ബ്രെഡ് മതിയല്ലോ. ഓക്കെ കാർഡാണോ? താങ്ക് യു. മൊത്തത്തിൽ 11 രൂപ നമുക്ക് ചേട്ടൻ്റെ ഇത് വാങ്ങിക്കണം. ഓക്കെ പോയോ? ആൾക്കാരെല്ലാം തീർന്നാ? ആൾക്കാരെല്ലാം പോയോ? അതോ ഇനി വരുമോ? ഇനി വരത്തില്ലെന്ന് തോന്നുന്നു. നമ്മളിനി കട അടയ്ക്കണം. കട അടയ്ക്കേണ്ടി വരുമോ? സമയം 9 മണിയായിട്ടുണ്ട്. ഓക്കെ 9 മണി വരെ ഉള്ളെന്ന് തോന്നുന്നു കട. ഓക്കെ നമ്മൾ 23 പേർക്കേ സാധനങ്ങൾ കൊടുത്തുള്ളൂ. കാരണം സൈഡിൽ കാണിക്കുന്നുണ്ട്. അത് വല്ലതും ആണോ ഇനി? അത് എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും കട അടയ്ക്കാം. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കട അടയ്ക്കാം ഗൈസ്. ഓക്കെ നമ്മുടെ കട അങ്ങോട്ട് ഇതല്ലേ? ഓക്കെ ക്ലോസ്ഡ്. ഇനി അതിനകത്ത് നിൽക്കണം അല്ലേ? ഇവിടെ നമുക്ക് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്, എന്നാലും സീനില്ല. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. നമ്മളിത് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇനി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം മാക്സിമം. ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാം ഗൈസ്. എല്ലാവർക്കും ഗുഡ് ബൈ.